ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ കാലത്ത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ചോദ്യം ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെ പറയുന്നത് ഒരു പ്രധാന വാദം, യേശുക്രിസ്തു താൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല, തന്നെ ആരാധിക്കണം എന്ന് അവകാശപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നാൽ ഇതിലെ ഒരു യുക്തിരാഹിത്യം എന്തെന്നാൽ, ഉപദേശം നോക്കുമ്പോൾ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ ആ ഉപദേശത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ടോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഉപദേശത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടോ എന്നല്ല. ഒരു താറാവ് നടക്കുന്നതും ഒരു താറാവ് ശബ്ദിക്കുന്നതും അത് നീന്തുന്നതും കണ്ട് നമുക്കൊരു താറാവാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ താറാവിൻ്റെ ദേഹത്ത് താറാവ് എന്ന പേര് എഴുതിയിട്ടില്ല, അതുകൊണ്ട് അത് താറാവല്ല എന്ന് പറയുന്ന അതേ യുക്തിരാഹിത്യമാണ് നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നത്. യേശുക്രിസ്തു ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 21-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമലയ്ക്കരികെ ബെത്ഫാഗയിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവീൻ, തൽക്ഷണം അവൻ അവയെ അയക്കുമെന്ന് പറഞ്ഞു. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു. ഇത് സെഖര്യാവിന്റെ പുസ്തകത്തിലെ 9-ാം അധ്യായം 9-ാം വാക്യമാണ് പറയുന്നത്. ഇതാ സിയോൻ പുത്രി, നിന്റെ രാജാവ് സൗമ്യനായി കഴുതയുടെ പുറത്തും ചെറു കഴുതയുടെ കുട്ടിപ്പുറത്തും വരുന്നു എന്ന് പറയുന്നുണ്ട്. സിയോൻ രാജാവായി തന്നെ വരുന്ന കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത്. അതാണ് മത്തായി ഇവിടെ പറയുന്നത്. അതിനും അപ്പുറം പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ച്, മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുന്നും പിന്നും നടന്ന പുരുഷാരം, ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്ത് കൊണ്ടിരുന്നു. അപ്പോൾ പുരുഷാരത്തിന് മനസ്സിലായി ഈ വരുന്നത് സിയോൻ പുത്രിയുടെ സൗമ്യനായി വരുന്ന രാജാവാണ്. അതുകൊണ്ടാണ് അവർ ദാവീദ് പുത്രൻ എന്ന രാജാവിന് ഹോശന്ന പാടിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, അവർ പറയുന്നു യഹോവയുടെ നാമത്തിൽ അഥവാ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. കർത്താവിൻ്റെ അഥവാ യഹോവയുടെ നാമത്തിൽ വരാൻ ഒരു സാധാരണ പ്രവാചകന് സാധിക്കുകയില്ല. യഹോവയുടെ നാമം പേറി വരാനായി ഒരു സാധാരണ മനുഷ്യന് സാധിക്കില്ല. യേശുക്രിസ്തു ദൈവമാണെങ്കിൽ മാത്രമേ ആ നാമം പേറി വരുവാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് കാണാം, യേശു ദൈവാലയത്തിൽ ചെന്ന് ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞ അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ അവകാശപ്പെടുന്നു, ഇത് എൻ്റെ ആലയമാണ്, ഈ ആലയം പ്രാർത്ഥനാലയം എന്നാണ് വിളിക്കപ്പെടേണ്ടത് എന്ന് പറയുകയാണ്. എൻ്റെ ആലയം എന്ന് നമുക്ക് ഒരു പ്രവാചകനും പറഞ്ഞതായിട്ട് അറിയാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തു യഹോവയായതുകൊണ്ടാണ് യഹോവയുടെ ആലയം എൻ്റെ ആലയം എന്ന് അവകാശപ്പെടുന്നത്. ഇതിനുമപ്പുറം 15-ാം വാക്യം പറയുന്നു, എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദിന് പുത്രന് ഹോശന്ന എന്ന് ദൈവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ട്, ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു. യേശു അവരോട്, ഉവ്വ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. പിന്നെ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബേഥാനിയിൽ ചെന്ന് അവിടെ രാത്രി പാർത്തു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഇത് കേട്ട് നീരസപ്പെടുകയാണ്. ദാവീദ് പുത്രന് ഹോശന്ന എന്ന് ദേവാലയത്തിൽ ആർക്കുന്നത് കാണുമ്പോൾ അവർ നീരസപ്പെടുന്നു. അവർ നീരസപ്പെട്ട് യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു പറയുന്നത് 8-ാം സങ്കീർത്തനമാണ്. 8-ാം സങ്കീർത്തനം ഇങ്ങനെയാണ് പറയുന്നത്, യഹോവേ, നീ പകയനെയും ശത്രുവിനെയും മിണ്ടാതാക്കുവാൻ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് പുകഴ്ച ഒരുക്കിയിരിക്കുന്നു. അവരുടെ വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ യഹോവയെ സ്തുതിക്കുന്നതാണ്
തനിക്ക് ഹോശന്ന വിളിക്കുന്നത് എന്ന് യേശുക്രിസ്തു അവകാശപ്പെടുകയാണ് ഇവിടെ. അവര് ബാലന്മാർ വിളിച്ചു പറയുന്ന പകയ്ക്കുന്ന ആ ശാസ്ത്രിമാരുടെയും മഹാപുരോഹിതന്റെയും മുന്നിൽ അവനെ മഹത്വപ്പെടുത്തുവാൻ, അവന്റെ ബലം നിയമിക്കുവാൻ ബാലന്മാരെ ദൈവം നിയമിച്ചിരിക്കുന്നു, യഹോവ നിയമിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. യേശുക്രിസ്തു പറയുകയാണ്, യഹോവ എങ്ങനെ ബലം നിയമിച്ചിരിക്കുന്നുവോ, എങ്ങനെ യഹോവയ്ക്ക് സ്തുതികൾ അർപ്പിക്കുന്നുവോ അത് തന്നെ ഞാൻ അർഹിക്കുന്നു, ഞാനത് സ്തുതികൾ ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ യഹോവ ആണെന്ന് യേശു അവകാശപ്പെടുകയാണ് ഇവിടെ. ഇതുപോലെ തന്നെ പഴയ നിയമത്തിൽ യഹോവയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്തുതികളും മഹത്വങ്ങളും എല്ലാം തനിക്കായി സ്വീകരിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് ഇനിയും പല വേദഭാഗങ്ങളിലും കാണുവാൻ സാധിക്കും. അത് മറ്റൊരു വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം.